ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മെയ് മാസം 30-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് മെയ് മാസം 31-ാം തീയതി നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. അതുകൂടാതെ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുണ്ട്, OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വാർത്തകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, ഈ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു മലയാള സിനിമയാണ്. ചിലപ്പോൾ പെൺകുട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2019 റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്ത് ഭരത്, അതുപോലെ തന്നെ ലാൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള സിനിമയായിരുന്നു ക്ഷണം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ഓജ എന്നുള്ള പേരിൽ ഇപ്പോൾ TV പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. TV റിപ്പ് അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ. ഇതിൻ്റെ ഡിജിറ്റൽ റിലീസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഓജ എന്നുള്ള പേരിൽ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. രമണ്ണ യൂത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു സീരീസ് ആണ്, ഒരു തമിഴ് സീരീസ് ആണ്. ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഒരു തമിഴ് സീരീസ് ആണ്. ഉപ്പ് പുളി കാരം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസിന്റെ എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. 4 എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളായിട്ട് അടുത്ത ആഴ്ചകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ലോസ്മെൻ മെലാറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇന്തോനേഷ്യൻ ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഒരു അഡൽട്ട് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഗീക്ക് ഗേൾ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 10 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡൈ ഹാർട്ട് ടു ഡൈ ഹാർട്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ഇപ്പോൾ മുതൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. എറിക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇന്ന് ഈ മെയ് മാസം 30-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹൗൺസ് എന്ന ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലും ഫ്രഞ്ച് മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് മെയ് മാസം 31-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. ഒരു നൊടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ല അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ളൊരു സിനിമയാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ പ്രധാന വേഷം കൈകാര്യം തിയേറ്റർ റിലീസ് ചെയ്ത് വൽ പരാജയമായി മാറിയ സിനിമയായിരുന്നു ധൂം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഇതിനു മുമ്പേ തന്നെ Apple TV+ റിലീസ് ചെയ്തതാണ്. നാളെ ഈ ഒരു സിനിമ വേൾഡ് നോ ടൊബാക്കോ ഡേ ആയതുകൊണ്ട് നാളെ ഈ സിനിമ ഹോംബാലെ ഫിലിംസിന്റെ YouTube ചാനൽ പ്രീമിയർ ചെയ്യാൻ ആരംഭിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ടൈം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് മായവ് എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ 2017 റിലീസ് ചെയ്ത മായവ് എന്ന് പറഞ്ഞ തമിഴ് സയൻസ് ഫിക്ഷൻ മൂവിയുടെ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്. പ്രൊജക്ട് സെഡ് എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ക്രൈം ത്രില്ലർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഹൗസ് ഓഫ് ലൈസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അത് ഡ്രാമ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗ്യാസോലൈൻ റെയിൻബോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മുബി OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദേദാ ബിഗ ജമീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ജിയോ സിനിമ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആനിമേഷൻ സീരീസ് ആണ്. ബുജി ആൻഡ് ഭൈരവ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കൽക്കി എന്ന് പറഞ്ഞ പ്രഭാസ്, അതുപോലെ തന്നെ അമിതാഭ് ബച്ചനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റിലീസ് ചെയ്യാനിരിക്കുന്ന കൽക്കി 2018 എന്ന് പറഞ്ഞ സിനിമയുടെ AD എന്ന് പറഞ്ഞ സിനിമയുടെ
ആ ഒരു വേൾഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരീസാണ് പിന്നെ ബുജി ആൻഡ് ഭൈരവ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്, അനിമേഷൻ സീരീസ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം. ചിലപ്പോൾ മറ്റു ഭാഷകളും മലയാളമൊക്കെയുള്ള ഭാഷയിലും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. നമ്മുടെ പൃഥ്വിരാജ് ഒരു പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു, വില്ലൻ വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. അക്ഷയ് കുമാറും അതുപോലെ തന്നെ ടൈഗർ ഷ്രോഫും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു വമ്പൻ ഫ്ലോപ്പായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു പരാജയമായിരുന്നു, ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പരാജയം തന്നെ പറയാം ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 6-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി ഭാഷയിൽ മാത്രമാണോ അല്ലെങ്കിൽ മലയാളം അടക്കമുള്ള ഭാഷയിൽ റിലീസ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ആ അപ്ഡേറ്റ് ഏതൊക്കെ ലാംഗ്വേജിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എൻ്റെ ചാനലിലൂടെ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. വഴിത്തിരിവ് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.